കൂട്ടുകാരെ, വെൽക്കം ടു FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം തനൂജ 7th C. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തോ? സ്കൂൾ ലീഡർ ആരാണെന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ. ആരായിരിക്കാം ജയിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുന്നവരാണോ നിങ്ങൾ? ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥയുമായി എത്തുന്നു സെഹ്റ ഫാത്തിമ 7th D. നമസ്കാരം, എന്റെ പേര് സെഹ്റ ഫാത്തിമ. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് ഒരേ ഒരു അവസരം എന്നാണ്. ഒരേ ഒരു അവസരം. ദിയയ്ക്ക് പാട്ടുപാടാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ അവളെ പാടാൻ വേണ്ടി ആരും പ്രശംസിച്ചില്ല. ഒരു ദിവസം ടീച്ചർ ദിയയോട് ചോദിച്ചു, ദിയ, നീ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അവൾ അറിയാതെ അവൾ പങ്കെടുക്കുന്നു എന്ന് മൂളി. ടീച്ചർ അവളോട് ഒരു പാട്ടുപാടാൻ പറഞ്ഞു. അവളുടെ മനസ്സിൽ വന്ന ഒരു പാട്ട് അവൾ ഈണത്തിൽ പാടി. ക്ലാസ് ആകെ നിശബ്ദരായി. എല്ലാവരും ഇവളുടെ പാട്ടിൽ മയങ്ങി. എന്തിന്, ടീച്ചർ അടുക്കാം. പാട്ട് കഴിഞ്ഞതിനു ശേഷം എല്ലാവരും കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു. ഒടുക്കം ദിയയ്ക്ക് പാട്ടിൽ 1ാം സ്ഥാനം ലഭിച്ചു. കലോത്സവത്തിൽ പാടിയതിനു ശേഷം ദിയയുടെ ജീവിതം മാറിമറിഞ്ഞു. അധ്യാപകരും കൂട്ടുകാരും അവളെ അഭിനന്ദിച്ചു. സ്വപ്നത്തിന്റെ പാതയിലൂടെ അവൾ സഞ്ചരിച്ചു. അങ്ങനെ ദിയ ജില്ലയിലും സംസ്ഥാനത്തും പങ്കെടുത്തു. അവളുടെ അമ്മ പറഞ്ഞു, ദിയ, ഈ കഴിവ് നീ ഒരുപാട് വർഷം പരിശ്രമിച്ച് നേടിയതാണ്. ഇനി നീ തളരരുത്. അവൾ അത് മനസ്സിലാക്കി. ദിയ എപ്പോഴും പഠനത്തിനിടയിൽ സംഗീത പരിശീലനത്തിനായി സമയം നീക്കി. സംസ്ഥാനത്തിൽ പാടേണ്ട ദിവസമെത്തി. അവൾ പാടിയത് സംഗീതം മാത്രമല്ല, അവളുടെ സ്വപ്നവും കൂടിയാണ്. അന്ന് അവളോട് പ്രേക്ഷകർ ചോദിച്ചു, നിനക്ക് വിജയം എങ്ങനെ സാധിച്ചു? ഒരു മടിയും കൂടാതെ ദിയ പറഞ്ഞു, ഒരവസരമാണ് എന്നെ തുടങ്ങാൻ സഹായിച്ചത്. ഞാനത് മുറുകെ പിടിച്ചു. അങ്ങനെ ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ എത്താൻ സാധിച്ചു. ഈ കഥയിൽ നമുക്ക് കാണാം, ദിയയുടെ സ്വപ്നങ്ങൾക്ക് കാൽവെക്കുന്നത് അവളുടെ ധൈര്യമാണ്. അവളുടെ പരിശ്രമവും പ്രതീക്ഷയും അവളെ മുന്നോട്ട് നയിച്ചു. അവളുടെ ഈ ചെറിയ ചുവടുകൾ അവളെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചു. നന്ദി. നമ്മുടെ കൂട്ടുകാരി സെഹ്റ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ കഥയാണിതും. സെഹ്റയുടെ കഥയിലെ ദിയയെ പോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി കഥ അവതരിപ്പിച്ച സെഹ്റ ഫാത്തിമയ്ക്ക് ഒരുപാട് നന്ദി. കൂട്ടുകാരെ, ഇനി കേൾക്കാം, അറിയാം, കറന്റ് ക്ലിക്സ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസൽ നിസ്താർ. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് പദ്ധതി നിലവിൽ വരുന്നത് ചൈന. കൂട്ടുകാരി, കറന്റ് ക്ലിക്സ് ഓർത്തു വെക്കണേ. നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധി നിർണയത്തിന്റെ നിമിഷങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിച്ചു. കൂട്ടുകാരെ, നമ്മൾ ചെയ്ത ഓരോ വോട്ടും നമ്മുടെ സ്കൂളിന്റെ ഭാവിക്കായുള്ള നിർണായക ചുവടുവെപ്പുകളാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയായ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും മികച്ച നേതൃത്വ ഗുണങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിച്ചു. വിജയവും പരാജയവും ഒരുപോലെ ഉൾക്കൊണ്ടു. സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു. തിരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആത്മാർത്ഥമായ നന്ദി. മറ്റ് വിശേഷങ്ങളായി വീണ്ടും എത്തുന്നതുവരെ സ്റ്റേ ട്യൂൺഡ് ടു FM മെഡോണ 39.25. This is RJ Tanuja signing off. പറയാം, പാടാം, കേട്ട് രസിക്കാം.